ഹായ് എവരിവൺ, വെൽക്കംസ് ടു നീൽസ് അക്കാദമി. നമ്മൾ ഇന്ന് സയന്റിഫിക് ഓഫീസറിന്റെ ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടാണ്, ഇലക്ട്രോണിക്സിലെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും, അതിന്റെ ഡ്രെയിൻ കറന്റ്, അതുപോലെ തന്നെ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, അതായത് വി ഡി എസ്, അതൊക്കെ തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിലെന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജെഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു ജെഫെറ്റ് ട്രാൻസിസ്റ്ററിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുതലാണ്, ലോ നോയ്സ് ആണ്, പിന്നെ എന്താ പറഞ്ഞ ഗേറ്റിലൂടെയുള്ള കറണ്ട് ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് തോന്നുന്നു അല്ലെ. ട്രാൻസ് കണ്ടക്ടൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ്, പിന്നെ അതിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ്, അതിന്റെ ഒക്കെ ഇക്വേഷൻസ് പറഞ്ഞു. പിന്നെ നമ്മള് ഫെറ്റ് വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്, കറന്റ് കൺട്രോൾ ഡിവൈസ് അല്ല. ബി ജെ ടി ആണ് കറന്റ് കൺട്രോൾ ആയിട്ടുള്ള ഡിവൈസ്. ജെഫെറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസിന്റെ ടേമിലാണ് പറയുക, ലെസ് നോയ്സ് ആണെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണ്, അതായത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻ ചാനൽ ഫെറ്റ് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എൻ ചാനൽ ഫെറ്റ്, ദ പി റീജിയൻസ് ആർ ഇലക്ട്രിക്കലി ജോയിൻഡ്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. ഒരു എൻ ചാനൽ ഫെറ്റ് വരയ്ക്കാൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ എൻ ചാനൽ ഫെറ്റ് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനൊരു ഗേറ്റ്, 3 ടെർമിനലാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒന്ന് ഗേറ്റ്, ഒന്ന് ഡ്രെയിന്, ഒന്ന് സോഴ്സ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഗേറ്റ് ടെർമിനൽ വരയ്ക്കുക. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫെറ്റ് എന്ന് കരുതുക. അപ്പൊ ഇതിന്റെ ഡ്രെയിൻ ടെർമിനല്, ഇത് അതിന്റെ സോഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യണേ, ഈ ഗേറ്റ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളത് എൻ ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് പി ചാനലിനോടായിരിക്കും അല്ലെ. ഇതിന്റെ പി റീജിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും പി റീജിയൻ ആണ്. ഇത് എൻ ചാനൽ ഫെറ്റ് എന്നാ പറഞ്ഞ, അപ്പൊ ഈ ചാനൽ എന്തായിരിക്കണം, എൻ ആയിരിക്കണം. ഇത് ഡി എന്ന് പറഞ്ഞ ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. ഇത് എസ് ആണ്, സോഴ്സ്, ഗേറ്റ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, പി റീജിയൻസ് ഇലക്ട്രിക്കലി ജോയിന്റ് ആണ്. എന്ത് വഴി, ഗേറ്റ് വഴി അല്ലെ. അപ്പൊ ഗേറ്റ് വഴി പി റീജിയൻസ് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഗേറ്റ് വഴി പി റീജിയൻസ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അതില് സോഴ്സിൽ കണക്ഷൻ കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ജമ്പ് ചെയ്ത് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് വേണം പി റീജിയൻസ് ഇലക്ട്രിക്കലി കണക്ട് ചെയ്യാൻ. ഇവിടെ സോഴ്സുമായിട്ട് അതിന് കണക്ഷൻ വരുന്നില്ല. ഈ ഒരു രണ്ട് പി റീജിയനെ കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷന് സോഴ്സുമായിട്ട് കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ജമ്പ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ദ അതർ ടെർമിനൽസ് ആർ ഡ്രെയിൻ ആൻഡ് സോഴ്സ്, ദ വോൾട്ടേജ് ഓഫ് ദ ഗേറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ്. ഓക്കെ. ഇനി നമ്മൾ ഈ ഗേറ്റിന്റെ ടെർമിനലിനെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ അതിന്റെ പോസിറ്റീവ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയാണ്, ഗ്രൗണ്ടിലേക്ക്. അതായത് സോഴ്സ് ഇതും കൂടെ കൂട്ടിയിട്ട് ഗ്രൗണ്ട് ചെയ്യാണ്. ദെൻ ഡ്രെയിൻ വി ഡി എസ് അല്ലെ, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, ആ ഡ്രെയിനും ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു അല്ലെ. ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ ഒരു പിക്ചർ വരിക. ഇനി ഇനി എന്താ പറയുന്നത്, സോഴ്സ് മസ്റ്റ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ, അത് നമ്മൾ നേരത്തെ കണ്ടു. ആൻഡ് ഡ്രെയിൻ മസ്റ്റ് ബി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, അതാണ് നമ്മൾ നേരത്തെ വരച്ചത്. ആ ഡ്രെയിനും ഇതാണ് ഫെറ്റ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പി റീജിയൻ ഉണ്ടാവും. ഇവിടുത്തെ ഡ്രെയിനും
സോഴ്സും തമ്മിൽ കണക്ട് ചെയ്യണം. ഇതാണ് സോഴ്സ് ടെർമിനൽ. ഇത് രണ്ടും കണക്ട് ചെയ്യണം. ആ സോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കും ഡ്രെയിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. As a result, current flows from drain to source and electron flows from source to drain. This I is marked as drain current ID. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഇത് പി റീജിയൻ വരുന്നു, ഇതും പി റീജിയൻ വരുന്നു. നമ്മുടെ എൻ ചാനൽ ഫെറ്റ് എന്നാ പറയുക. അപ്പൊ ഈ ചാനൽ എന്താണ്? എൻ ആണ് അല്ലെ. ഇതാണ് ഡ്രെയിന്, ഇതാണ് സോഴ്സ്, ഇത് ഗേറ്റ്. ഈ ഗേറ്റിന്റെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് പി റീജിയൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കലി അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗേറ്റ് ടെർമിനൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അപ്പൊ ഡ്രെയിൻ ടു സോഴ്സ് ആണോ കറന്റ് ഫ്ലോ ചെയ്യുന്നത്? യെസ്, ഡ്രെയിൻ ടു സോഴ്സ് ആണ് കറന്റ് ഫ്ലോ ചെയ്യുക. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് സോഴ്സിന് നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ടല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇലക്ട്രോൺസ് എവിടുന്ന് ഫ്ലോ ചെയ്യും? സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോഴ്സ് മസ്റ്റ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് എവിടുന്ന് ഫ്ലോ ചെയ്യും? സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക്. നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറന്റിന്റെ ഫ്ലോ നമ്മൾ പറയാറ് അല്ലെ. അപ്പോ ഡ്രെയിൻ ടു സോഴ്സ് ആയിരിക്കും കറന്റ് ഫ്ലോ ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ കറന്റ് എവിടുന്ന വരുന്നത്? ഡ്രെയിൻ സോഴ്സിലേക്കാണ്. ഈ കറന്റിനെ അതുകൊണ്ടാണ് നമ്മൾ ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ ID എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മിസ്. പിന്നെ മിസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ VGS ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? VGS എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഓഫ് എന്ന് ഇടൂലേ? VGS ഓഫ്, അത് ഓഫ്സെറ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നേ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വരുന്നുണ്ട്, ആ പോർഷൻ വരുന്നുണ്ട്. ഓക്കെ. അത് VGS ഓഫ് എന്ന് പറഞ്ഞാല് പിഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് ശരിക്ക്. അത് എന്താന്ന് നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്താണ് നമുക്ക് അത് എന്താന്ന് ക്ലിയർ ആവുക കേട്ടോ. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫെറ്റിന് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഏതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ജെഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ VI, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ഓപ്പറേഷൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ കറന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. പല പല ടേംസിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. അപ്പൊ ജെഫെറ്റിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും പറയാറുണ്ട്. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് അത്രത്തോളം പ്രാധാന്യമില്ല. കാരണം എന്താ? ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻപുട്ടിൽ കറണ്ട് ഇല്ല. ഗേറ്റിലൂടെ ഒഴുകുന്ന കറണ്ട് ഐഡിയലി 0 ആണ്. പ്രാക്ടിക്കലി 0 ആവാൻ ചാൻസ് ഇല്ല. ഐഡിയൽ കേസിൽ എന്താണ്? ഗേറ്റിലൂടെയുള്ള കറണ്ട് 0 ആണ്. ഓക്കെ, അതുകൊണ്ട് അതിന് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. നമ്മളിവിടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? ഡ്രെയിൻ അല്ലെങ്കിൽ കറന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ VI ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി നമ്മൾ ബാക്കി നോക്കാം. ദ ഡ്രെയിൻ കറന്റ് ID is plotted with VDS for different values of VGS. അപ്പൊ നമ്മൾ ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? VGS നമ്മൾ പറയാറുണ്ട്. അതായത് ഇൻപുട്ട് സർക്യൂട്ടിൽ ഗേറ്റും സോഴ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വോൾട്ടേജ് അല്ലെ, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് VDS കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് എത്രയാണ് കറന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഡ്രെയിൻ കറന്റ് കിട്ടുന്നത് നോക്കിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് VGS, ഇപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ VGS 0 എന്ന് സെറ്റ് ചെയ്തു. അതിന് 4 ഡിഫറെന്റ് വാല്യൂസ് ഓഫ് VDS, വാല്യൂസ് ഓഫ് ഡ്രെയിൻ കറന്റ് നമ്മൾ നോക്കും. എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് VGS ചേഞ്ച് ചെയ്യും. അതിപ്പോ ജസ്റ്റ് ഒരു 2 വോൾട്ട് ആക്കി എന്ന് വിചാരിക്കുക VGS. പിന്നെ ആ സമയത്ത് 2 വോൾട്ട് ആവുന്ന സമയത്ത് എന്നിട്ട് VGS ഫിക്സ് ചെയ്തു, 2 വോൾട്ട് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തു. ദെൻ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് VDSന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്രെയിൻ കറന്റ് എന്താ നോക്കും, അത് പ്ലോട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുക. അത് ക്ലിയർ ആയോ?
ഇങ്ങനെ ഇതിനെയാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രെയിൻ കറന്റ് പ്ലോട്ട് ചെയ്യാണ് അഗെയിൻസ്റ്റ് VDS ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് VGS. അപ്പൊ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ എടുക്കുന്നുണ്ടാവുക? VDS-ഉം ID ആണ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പോ നമ്മള് ഓംസ് ലോന്റെ കാര്യം പറയാറില്ലേ? ഒരു 6 കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് നമ്മൾ കറന്റ് നോട്ട് ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ VGS ഇവിടെ VGS ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാണ് VGS 0. If VGS equal to 0 and the voltage VDS increased from 0 to a few volts, the current increases as determined by Ohm's law. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? VGS 0 എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തു. VGS എത്രയാണ്? 0 എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തു. VGS എന്ന് പറഞ്ഞാല് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. ഗേറ്റിന്റെയും സോഴ്സിന്റെയും വോൾട്ടേജ് ആണ്. അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VGS എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? VDS ഇൻക്രീസ് ചെയ്യാണ്. എവിടെ മുതൽക്ക് എവിടെ വരെ? 0 മുതൽക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്ത്? VDS. അപ്പൊ എന്താ ചെയ്യുന്നത്? കറന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്. അപ്പൊ VDS കൂട്ടുന്നതിനനുസരിച്ച് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രകാരം? ബൈ ഓംസ് ലോ. ഓംസ് ലോ പറയുന്നത് എന്താ? V പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്നാണ്. അപ്പൊ VDS കൂട്ടുന്നതിനനുസരിച്ചിട്ട് കറന്റും, ഇത് D ആണ്, VDS കൂട്ടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് കറന്റ് കൂടുന്നു. അതുകൊണ്ടാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞത്. സ്ട്രെയിറ്റ് നേച്ചർ ഓഫ് ദ കർവ് അറ്റ് ലോ വാല്യൂസ് for VDS reveals that for this region the resistance is essentially constant for a fixed value of VGS. അത് ഓംസ് ലോ തന്നെയാണ്. ആ സമയത്ത് റെസിസ്റ്റൻസ് എസെൻഷ്യലി കോൺസ്റ്റന്റ് ആയേ പറ്റൂ. കാരണം ഓംസ് ലോ പറയുന്നത് എന്താ? V പ്രൊപ്പോർഷണൽ ടു I ഫോർ എ ഫിക്സ്ഡ് റെസിസ്റ്റൻസ് എന്നാണ് ഓംസ് ലോ പറയുന്നത്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റിയിട്ടാണ് നമ്മൾ R എന്ന കോൺസ്റ്റന്റ് കൊണ്ടുവന്നിട്ട് V ഈക്വൽ ടു RI എന്ന് ഓംസ് ലോയിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ VGS കോൺസ്റ്റന്റ് ആക്കി വെച്ചു. നമ്മൾ എന്നിട്ട് VDS കൂട്ടി. VDS കൂട്ടുന്നതിനനുസരിച്ച്, ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കറന്റ് പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടുകയാണ്. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫോർ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് VGS. അപ്പൊ ഒരു VGS 0 ആയ സമയത്ത് നമ്മൾ VDS ഇൻക്രീസ് ചെയ്തു ഫ്രം 0 ടു എ ഫ്യൂ വോൾട്ട്സ്. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? അവിടെ എന്താ കാണാൻ പറ്റുന്നത്? കറന്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്നു. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഓംസ് ലോ ഒബേ ചെയ്തുകൊണ്ടാണ് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓമിക് റീജിയൻ, അല്ലെങ്കിൽ ലീനിയർ റീജിയൻ എന്ന് പറയും. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇതിപ്പോ VDS ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ കറന്റ്, ഡ്രെയിൻ കറന്റ് ID എന്ന് എടുത്തു. ഈ സമയത്ത് ഒരു VGS ഫിക്സ്ഡ് ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ VDS ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ID ലീനിയർ ആയിട്ട് കൂടുന്നു, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടുന്നു എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അതിന് ലീനിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ അടുത്ത പറയുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? VDS വീണ്ടും കൂട്ടുകയാണ്. നമ്മൾ 0 എന്നാ സ്റ്റാർട്ട് ചെയ്തത്. VDS വീണ്ടും കൂട്ടുകയാണ്. ദെൻ അപ്രോച്ച് എ വാല്യൂ VP. നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതായത് ഒരു VP പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തുന്ന വരെ VDS നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? സ്ലോപ്പ് ഓഫ് ദ കർവ് ചേഞ്ചസ് ആൻഡ് ദ ചാനൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഇതുവരെ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഓംസ് ലോ ഒബേ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇനിയും നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജിനും അപ്പുറം VDS കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 0 മുതൽക്ക് ഇങ്ങനെ കൂട്ടി വന്നു, VP എത്തി, പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തി, ഇതിനപ്പുറം VDS കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? ഈ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ തുടങ്ങും, റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇഫ് VDS ഇൻക്രീസസ് ബിയോണ്ട് പിഞ്ച് ഓഫ് വാല്യൂ, ഇനി പിഞ്ച് ഓഫ് വാല്യൂ കഴിഞ്ഞിട്ട് നമ്മൾ VDS കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ബിക്കം മോർ ഹൊറിസോണ്ടൽ ആൻഡ് ID മെയിൻറ്റെയിൻസ് എ സാച്ചുറേഷൻ ലെവൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ആദ്യം കൂടും. VDSനനുസരിച്ച് ഇത് VDS ആണെന്ന് കരുതുക, ഇത് ID ആണെന്ന് കരുതുക. അപ്പൊ VDS ആദ്യം കൂടും, ലീനിയർ ആയിട്ട് കൂടും. ഏതുവരെ? പിഞ്ച് ഓഫ് വോൾട്ടേജ്, അതിന് നമ്മൾ VP എന്ന് എടുത്തു. VP വരെ കൂടിക്കൊണ്ടിരിക്കും. VDS VP ആവുന്നത് വരെ കറന്റ് ലീനിയർ ആയിട്ട് കൂടുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ബിയോണ്ട് പിഞ്ച് ഓഫ് വാല്യൂവിനും അപ്പുറം നമ്മൾ VDS കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ബിക്കം മോർ ഹൊറിസോണ്ടൽ ആൻഡ് ID മെയിൻറ്റെയിൻ എ സാച്ചുറേഷൻ ലെവൽ.
അപ്പൊ ഐഡിയുടെ ലെവൽ എന്താവും? അത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. ഫോർ VGS ഈക്വൽ ടു 0 വോൾട്ട്. അപ്പൊ ഇത് എന്താണ്? VGS 0 ആവുന്ന സമയത്തുള്ള പ്ലോട്ടാണ്. ഓക്കെ, 0 വോൾട്ട് ആവുന്ന സമയത്തുള്ള പ്ലോട്ടാണ്. ഈ കറസ്പോണ്ടിങ് അപ്പൊ VGS 0 ആവുന്ന സമയത്തേക്കുള്ള കറസ്പോണ്ടിങ് ഐഡിനെ IDSS എന്നാ പറയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ കറസ്പോണ്ടിങ് VGS 0 ആവുന്ന സമയത്തുള്ള കറസ്പോണ്ടിങ് ഐഡിനെ നമ്മൾ എന്ത് പറയും? IDSS. ഈ IDSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡ്രെയിൻ ടു സോഴ്സ് കറന്റ് വിത്ത് source gate shorted. This IDSS is the maximum drain current for a JFET obtained under the condition VGS equal to 0 volt and VDS is greater than that of VP. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാമിന് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു തിയറി പഠിക്കുന്നത് എന്ന്. ഈ ഒരു തിയറി നമ്മൾ MSCക്ക് പഠിക്കുന്നതിന്റെ പോലെ തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കൂ, IDSS ആണ് മാക്സിമം ഡ്രെയിൻ കറന്റ് ഫോർ എ JFET എന്ന് പറയുന്നുണ്ട്. ഒബ്റ്റെയിൻഡ് അണ്ടർ ദ കണ്ടീഷൻ VGS ഈക്വൽ ടു 0 വോൾട്ട്. അതായത് VGS 0 വോൾട്ട് ആവുന്ന സമയത്തുള്ള കറന്റിനെ, ഡ്രെയിൻ കറന്റിനെ നമ്മൾ IDSS എന്നാ പറയാന്ന് പറഞ്ഞു. നമുക്കൊരു പ്രോബ്ലം തരികയാണ്, നമ്മളൊരു ഫിഗർ തന്നു അവര്, അതിൽ VGS ഇത്രയാണ് അല്ലെങ്കിൽ VDS ഇത്രയാണ്, പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡാറ്റ തന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയാണ് VGS 0 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്, അങ്ങനെ വെച്ചാൽ മാക്സിമം കറണ്ട് കാണാൻ അല്ലെങ്കിൽ IDSS കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാല്യൂ ഓഫ് ID കാണാൻ പറയാണ് VGS 0 ആവുന്ന സമയത്ത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോ IDSS തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെ പറയാണ് VGS 0 ആവുന്ന സമയത്തുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? IDSS തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ID ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ID തന്നു, ഡ്രെയിൻ കറന്റ് എന്ന് പറഞ്ഞ് ഇത്ര തന്നു, VGS തന്നു, പിഞ്ച് ഓഫ് വോൾട്ടേജ് തന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു VGS 0 ആവുന്ന സമയത്ത് ഡ്രെയിൻ കറന്റ് ഒരു 10 മില്ലി ആംപിയർ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ അടുത്ത് IDSS എന്താന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് വിചാരിക്കും VGS 0 ആവുന്ന സമയത്ത് ID തന്നിട്ടുണ്ട്, പക്ഷെ IDSS തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ID കാണാൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് വിചാരിക്കും. അപ്പൊ അത് അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തിയറി പറയുന്നത്. അപ്പൊ VGS 0 ആവുന്ന സമയത്തുള്ള ഡ്രെയിൻ കറന്റ് എന്ന് പറഞ്ഞാൽ അത് IDSS ആണ്. അത് ആയിരിക്കും IDയുടെ മാക്സിമം വാല്യൂ, മാക്സിമം ഡ്രെയിൻ കറന്റ് വാല്യൂ ഫോർ എ JFET എന്ന് പറയുന്നത് IDSS ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് തുടക്കം മുതൽക്ക് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് VGS 0 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് നമ്മൾ VDS കൂട്ടുകയാണ്. VDS കൂട്ടുന്നതിനനുസരിച്ചിട്ട് IDയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ അതൊരു ലീനിയർ ഷേപ്പിൽ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം ID കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലെവലായിട്ട് മാറി. ആ കറസ്പോണ്ടിങ് IDയെ നമ്മൾ IDSS എന്ന് പറയുന്നു. വോൾട്ടേജ് VP എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് VGS 0 ആവുന്ന സമയത്തുള്ള കേസാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കർവ് ഇത്ര വരെ എത്തി. ഇനി എന്താ അടുത്തത് പറയുന്നത് നോക്കാം. ഇതാ നമ്മൾ വരച്ച അതേ കർവ് ആണ് കാണിച്ചിട്ടുള്ളത് അല്ലെ? ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നമ്മളിങ്ങനെ ഇവിടെ VDS എടുത്തിട്ടുണ്ട്, ഇവിടെ VDS എടുത്തിട്ടുണ്ട് വോൾട്ടില്, ഇവിടെ ID എടുത്തിട്ടുണ്ട് മില്ലി ആംപിയർ റേഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം VGS 0 ആയിരിക്കുന്ന സമയത്തുള്ള കേസ് നോക്കുകയാണ്. VGS 0 ആയിരിക്കുന്ന സമയത്തുള്ള കേസ് നോക്കുകയാണ്. അതിങ്ങനെ കൂടി വന്നു. പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തിയ സമയത്ത് VP എന്ന് കൊടുത്തിട്ടുണ്ട്. ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തിയ സമയത്ത് അത് മുതൽക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡ്രെയിൻ കറന്റ് ഒരു ഹൊറിസോണ്ടൽ ലെവൽ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓമിക് റീജിയൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്രയും കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ സാച്ചുറേഷൻ റീജിയൻ എന്താന്നൊക്കെ നോക്കാനുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ടാവും, അത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിന് സാച്ചുറേഷൻ റീജിയൻ എന്നാ പറയുക. അതുപോലെ തന്നെ ഇത് VGS 0 വോൾട്ടിന്റെ കർവ് ആണ്. ഇത് VGS -1 വോൾട്ടിന്റെ, ഇത് -2 വോൾട്ടിന്റെ, VGS -3 വോൾട്ടിന്റെ. അതായത് ഇവിടെ VGS കൂട്ടുക എന്ന് പറയുന്നത് VGS
ബിക്കം മോർ നെഗറ്റീവ് ആവുക. അതായത് VGS കൂട്ടുക എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് VGS കൂടുതൽ നെഗറ്റീവ് ആയിട്ട് വരിക എന്നുള്ളതാണ്. കാരണം ഈ JFETന്റെ ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. റിവേഴ്സ് ബയാസ്ഡ് ആണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ VGS കൂട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് VGS ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ് വാല്യൂ അറ്റൈൻ ചെയ്യും VGS. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, VGS കൂട്ടുന്നതിനനുസരിച്ച്, കൂട്ടുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഈ കേർവ് പെട്ടെന്ന് തന്നെ ഇതാണ് ഇപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് IDSS. VGS 0 ആവുമ്പോൾ സമയത്തുള്ള കറണ്ട് ആണ് 8 മില്ലി ആംപിയർ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി VGS കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഐന്റെ വാല്യൂ, അതായത് ഹൊറിസോണ്ടൽ ആവാൻ തുടങ്ങുന്ന ഐന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഫിഗറിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിൽ വെക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ജസ്റ്റ് ഓമിക് റീജിയൻ ഓർത്ത് വെക്കുക. BP വരെ, BPക്ക് ശേഷം സാച്ചുറേഷൻ റീജിയൻ ആണ്. പിന്നെ VGS കുറയുന്നതിനനുസരിച്ചിട്ട് ആ കറണ്ടിന്റെ വാല്യൂ കുറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. then നമുക്ക് we can move to the next slide. As the VDS increases beyond VP, the level of ID remains essentially the same, and this region of the characteristics is known as saturation region. നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. It may also be noted that once VDS is greater than that of VP, the JFET has the characteristics of a current source. So VDS VP-നേക്കാൾ കൂടുതലാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആ കറണ്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ JFET-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, ഒരു കറണ്ട് സോഴ്സിനെ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സിനെ പോലെ ആയിട്ടാണ് JFET ആക്ട് ചെയ്യുക. അതും ഒരു ക്വസ്റ്റ്യനുള്ള ചാൻസ് ഉണ്ട്. VDS VP-യേക്കാൾ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് JFET ആക്ട്സ് ലൈക്ക് എ കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്, പവർ സോഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അത് കറണ്ട് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ബോത്ത് A and B എന്നൊക്കെ പറഞ്ഞ് ചോദിക്കല്, നൺ ഓഫ് ദീസ് എന്നൊക്കെ പറഞ്ഞ 4 ഓപ്ഷൻസ് കൊടുത്താൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. VDS VP-നേക്കാൾ കൂടുതലായിരിക്കുന്ന സമയത്ത് JFET-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു കറണ്ട് സോഴ്സിനെ പോലെ ആക്ട് ചെയ്യും. ആസ് ദ നെഗറ്റീവ് ബയോസ് ഓഫ് VGS ഇൻക്രീസസ്, നമ്മൾ നേരത്തെ ആ ഗ്രാഫിൽ പറഞ്ഞു 0 വോൾട്ടിന്റെ കേസാ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ എന്താ, നെഗറ്റീവ് ബയാസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ VGS എന്താണ്, 0-ൽ നിന്നും -1 വോൾട്ടിലേക്ക് എത്തി. ഡിപ്ലീഷൻ റീജിയൻ ഫോംസ് സിമിലർ ടു those with VGS equal to 0 വോൾട്ട്. നമ്മൾ നേരത്തെ എന്നല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്, അതിലിവിടെ ഒരു P റീജിയൻ ഉണ്ട്. N ചാനൽ അയച്ചാൽ N, ഇവിടെ രണ്ടും P റീജിയൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഈ ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ ഫോം ചെയ്യും അല്ലെ. ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ട് ആദ്യമൊക്കെ കറണ്ട് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച്, VDS കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഡ്രെയിൻ കറണ്ടും അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടി വരും. പിന്നെ ഒരു പോയിന്റ്, അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്, അതിന്റെ ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് അല്ലെ. അതുകൊണ്ട് ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. ആ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഇതിനപ്പുറം കറണ്ട് കൂടാൻ നമുക്കിനി കഴിയില്ല. കാരണം ഐഡിയലി അത് 0 ആയിരിക്കുന്ന പറയാം, പക്ഷെ റിയൽ കേസിൽ 0 ആവില്ല, അതിന് ചെറിയൊരു വാല്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് മാറുന്നത്. പിന്നെ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനനുസരിച്ച് അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, VGS നമ്മൾ കൂട്ടുകയാണ്. VGS എന്ത് ചെയ്തു, -1 വോൾട്ട് സെറ്റ് ചെയ്തു. അപ്പൊ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും, ഫോംസ് സിമിലർ ടു ദോസ് വിത്ത് VGS equal to 0 വോൾട്ട്. ഒന്നും മതി കേട്ടോ. ഡിപ്ലീഷൻ റീജിയൻ ഫോംസ് സിമിലർ ടു ദോസ് വിത്ത് VGS equal to 0 വോൾട്ട്. VGS 0 വോൾട്ടിലായിരുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത്, അതുപോലെ തന്നെ -1 വോൾട്ടിലും ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും, ബട്ട് അറ്റ് എ ലോവർ ലെവൽ ഓഫ് VDS. പക്ഷേ 0 വോൾട്ട് ആയിരുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തതിനേക്കാൾ മുമ്പ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. എപ്പോ VGS -1 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത്. Thus, the result of applying a negative bias to the gate to reach the saturation level at a lower point of VDS as shown in the figure. അത് നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാണ്. അതെന്ത് ചെയ്യും, നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ സാച്ചുറേഷൻ റീജിയൻ ഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പോ നമ്മൾ ഈ VGS അതിന്റെ നെഗറ്റീവ് ബയാസ് കൂട്ടുന്ന സമയത്ത്. അപ്പൊ ഇൻപുട്ട് സർക്യൂട്ട്
റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ആ റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ടാണ് അതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് വരാൻ കാരണം. ഇപ്പൊ എന്തിനാണ് ഈ ഗേറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ്ഡ് ആക്കിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ സാധാരണ എന്താ പറയാറ്, ഫോർവേഡ് ബയാസ്ഡ് ആക്കണം എന്നാ പറയാറ് അല്ലെ. എപ്പോഴും എല്ലാ കേസിലും നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഫോർവേഡ് ബയാസ്ഡ് ആക്കി വെക്കുന്നുണ്ട്, അയോണിന്റെ കേസിലൊക്കെ അതാ പറയാറ്. പക്ഷേ ഈ ജെഫെറ്റിൽ എന്തുകൊണ്ട് ഇവിടെ റിവേഴ്സ് ബയാസിലാക്കി വെക്കണം, ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസിലാക്കി വെക്കണം എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസിലാക്കിയിരിക്കുന്ന സമയത്താണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കിട്ടുക. എന്താണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കിട്ടുക? ആ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കിട്ടുന്നത് കാരണമാണ് ഗേറ്റിലൂടെ കറണ്ട് പോകാത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒറ്റ മിനിറ്റ് ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇതാണ് ഇപ്പൊ നമ്മുടെ ജെഫെറ്റ്. ഇത് പി ആണ്, ഇത് എൻ ആണ്, ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്. ഈ ഗേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് റീജിയൻ ഇലക്ട്രിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് സോഴ്സ് ആണ്. ഈ ഗേറ്റിന്റെ ഇവിടെ വന്നിട്ട് റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ് കാരണം ഇവിടെ പി ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സൈഡിലേക്ക് കൊടുത്തു, അത് നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇവിടെ നമ്മൾ എർത്ത് ചെയ്തു. പിന്നെ VDS ഇതുപോലെ തന്നെ സോഴ്സ് നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഡ്രെയിന് പോസിറ്റീവായി സോഴ്സ് നെഗറ്റീവായി ആ സമയത്ത് ഇവിടുന്ന് ഇലക്ട്രോൺസ് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് വരും. അപ്പൊ ഇവിടെ ഗേറ്റ് അല്ലെ, ഇത് നെഗറ്റീവ്, ഇതിപ്പോ റിവേഴ്സ്ഡ് ബയാസ്ഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഇനി ഇത് അതുകൊണ്ട് കറണ്ട് ഒഴുകില്ല. അതുകൊണ്ട് IG പ്രാക്ടിക്കലി എന്താണ്? ഐഡിയലി 0 ആണ് IG എന്ന് പറയുന്നത്. ഗേറ്റ് കറണ്ട് 0 ആണ്. അതുകൊണ്ടാണ് ആ കറണ്ട് ഏതിലൂടെ ഒഴുകുന്നത്? ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഒഴുകുന്നത്. ഇനി ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? IG-ലൂടെ കറണ്ട് ഒഴുകും. അപ്പൊ ഒരു കറണ്ടില് ഭയങ്കര ഒരു ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു ഹൈ വാല്യൂ ആണ് കറണ്ടിന് വരിക. അതുവഴി ചിലപ്പോൾ നമ്മുടെ ഈ ജെഫെറ്റ് എന്ത് ചെയ്യും? ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഇത് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചിട്ട് ഇതിലുള്ള കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോ ആ ഫീൽഡിന്റെ ഒരു എഫക്റ്റ് ഉള്ള ഒരു ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചേ. ഇനിയിപ്പോ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലെ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ കമന്റ്സ് നോക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് തന്നെ ചോദിച്ചോളൂ. അപ്പൊ ആ ഒരു ഗ്രാഫ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള സാച്ചുറേഷൻ റീജിയൻ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ സാച്ചുറേഷൻ ലെവൽ എത്തും. ഒരു ലോവർ വാല്യൂസ് ഓഫ് VDS തന്നെ അതെത്തും ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്രാഫാന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. Region of the right of the pinch of locus in figure is normally employed in linear amplifiers. അതായത് റൈറ്റ് ഓഫ് ദി പിഞ്ച് ഓഫ് ലോക്കസ്, ഇതാണ് ആ പിഞ്ച് ഓഫ് വോൾട്ടേജിന്റെ എല്ലാ പോയിന്റ്സും അല്ലെ. അതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡ്, ഇതൊരു സാച്ചുറേഷൻ റീജിയൻ ആണ്. ഇതാണ് നമ്മുടെ ലീനിയർ ആംപ്ലിഫയേഴ്സിലൊക്കെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Region to the left of the pinch of locus is referred to as voltage controlled resistance region. ഇവിടെ നമ്മൾ എന്താന്നാ പറയുന്നത്? അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റൻസ് റീജിയൻ. വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു V പ്രൊപ്പോർഷണൽ ടു I ആണ് എന്ന് പറഞ്ഞു. അപ്പൊ V കൂടുന്നതിനനുസരിച്ചിട്ടാണ് കറണ്ടിൽ കൂടുന്നുണ്ടാവുക. അതുകൊണ്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് ഒരു സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് വോൾട്ടേജ് കൺട്രോൾ റെസിസ്റ്റൻസ് റീജിയൻ എന്ന് നമുക്ക് പറയാം. Where the JFET can be used as voltage controlled resistor. അവിടെയാണ് നമുക്ക് ജെഫെറ്റ് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം. വേറാസ് ടു ദ റൈറ്റ് ഓഫ് ദ പിഞ്ച് ഓഫ് ലോക്കസ് നമ്മൾ ലീനിയർ ആംപ്ലിഫയേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ലീനിയർ ആംപ്ലിഫയേഴ്സിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് കൺട്രോളർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദ ചാനൽ റെസിസ്റ്റൻസ് RD ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് VGS വാല്യൂ. എപ്പോ ഈ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പൊ ഇവിടെ രണ്ട് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് N ചാനലിന്റെയും P ചാനലിന്റെയും ആണ്. ഇപ്പൊ N ചാനലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു VGS കൂട്ടുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാവും. -1 -2 എന്ന് പറഞ്ഞിട്ടാണ് VGS കൂട്ടി പോവുക.
ആ സമയത്ത് ഇത് റിവേഴ്സ് ബയാസ്ഡ് തന്നെയാണ്, അതുകൊണ്ടാണ് -1 -2 എന്ന് പറഞ്ഞു പോണത്. ഓക്കെ, അപ്പൊ അവിടെ പി ആണ് ഉള്ളത്, പി റീജിയനെയാണ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇത് ഗേറ്റ് കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഇത് പി ചാനൽ ആണ്. അപ്പൊ വി ജി എസ് എന്താണ്? 0 വോൾട്ട്. ഇവിടെ പി ചാനൽ ആവുന്ന സമയത്ത് വി ജി എസ് കൂടുമ്പോൾ അതെങ്ങനെയാവും കൂടുക? +1 വോൾട്ട് +2 വോൾട്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മിസ് ഇപ്പൊ തൊട്ട് മുമ്പല്ലേ പറഞ്ഞത് റിവേഴ്സ് ബയാസിലായിരിക്കണം, എന്നാൽ മാത്രമേ ഈ ജെഫെറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ. അപ്പൊ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെയെന്ന് ചോദിക്കും. ഇവിടെ വി ജി എസ് പോസിറ്റീവ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ പൊളാരിറ്റി കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാ ഇവിടെ നമ്മൾ പി ചാനൽ ആവുമ്പോൾ ഇവിടെ പിയും ഇവിടെ എന്നും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഇവിടുത്തെ ഗേറ്റ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ഫുള്ള് ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഫിഗർ നോട്ടിലേക്ക് വരയ്ക്കാച്ച ഫുള്ള് വരയ്ക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം വരയ്ക്കുന്നത്. ഇപ്പൊ ഇവിടെ ഗേറ്റ് ടെർമിനൽ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ വി ജി എസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് +1 +2 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിക്കണം, ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് എന്നിലേക്കാണ് വന്നിട്ടുള്ളത്, എൻ റീജിയനിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് എന്ത് തന്നെയാണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. വി ജി എസ് +1 +2 എന്ന് പറഞ്ഞ് കൂടുകയാണെന്നെങ്കിലും അത് റിവേഴ്സ് ബയാസിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വി ഡി എസിനനുസരിച്ചിട്ട് കറണ്ടിന് ഐഡിക്ക്, അതായത് ഡ്രെയിൻ കറണ്ടിന് എന്ത് ചേഞ്ച് ആണ് വരുന്നത് ഓരോ വി ജി എസിനും. ഓരോ വി ജി എസ് വാല്യൂനും വി ഡി എസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഡ്രെയിൻ കറണ്ടിന് എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ അത് ഓംസിൽ ഒബേ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എന്തായിരിക്കും? ഒരു സാച്ചുറേഷൻ റീജിയൻ ആയിരിക്കും ആ കർവ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വി ജി എസ് ഇസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ്ഡ്. വി ജി എസ് നമ്മൾ ഇനിയും കൂട്ടി കൊടുക്കുകയാണ്. ദെൻ ദ ഡ്രെയിൻ കറന്റ് വിൽ ബി ഡിക്രീസ് കറസ്പോണ്ടിംഗ്ലി. അപ്പൊ നമ്മൾ ഡ്രെയിൻ കറന്റ് ആ ഒരു ഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓരോ തവണ ഇതിപ്പോ എൻ ചാനലിന്റെ പറയുന്നത് കേട്ടോ. എൻ ചാനലിന്റെ പറയുന്ന സമയത്ത് വി ജി എസ് ഇങ്ങനെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ -1 ആയി -2 ആയി. പിന്നെയും വി ജി എസ് കൂട്ടുന്ന സമയത്ത് ഡ്രെയിൻ കറന്റ് ഒരു സ്മോളർ ഡ്രെയിൻ കറന്റിനെ തന്നെ എന്ത് ചെയ്യും? അത് സാച്ചുറേറ്റ് ചെയ്യും. Then VGS reaches a certain value, ഒരു പ്രത്യേക VGS എത്തുന്ന സമയത്ത് the drain current will be decreased to 0 and will be independent of the values of VDS. അതായത് ഇതാണ് ഗ്രാഫ്. ഫസ്റ്റ് VGS 0 വോൾട്ട് ആവുന്ന സമയത്ത് കർവ് ഇങ്ങനെ വരും. പിന്നെ VGS -1 വോൾട്ട് ആവുമ്പോൾ ഇവിടുന്ന് -2 വോൾട്ട് ആവുമ്പോൾ ഇവിടുന്ന്. അപ്പൊ ഒരു പ്രത്യേക VGS എത്തുന്ന സമയത്ത് ഈ കറണ്ട് എന്ത് ചെയ്യും? 0 ആയിട്ട് തന്നെ തുടരും. ആ സമയത്ത് അതിൽ വി ഡി എസിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞത് ഓരോ വി ജി എസിനും വി ഡി എസ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നല്ലേ. അപ്പൊ വി ജി എസ് കുറയുന്നതിനനുസരിച്ച് ഒരു പ്രത്യേക വി ജി എസിന്റെ വാല്യൂന് കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ടു 0. അത് 0 ആയിട്ട് ഡിക്രീസ് ചെയ്യും. ആ സമയത്ത് ആ ഒരു വി ജി എസിന് മാത്രം ഡ്രെയിൻ കറന്റ് എന്തായിരിക്കും? വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ വാല്യൂ ഓഫ് വി ഡി എസ്. The gate source voltage at this time is called pinch off voltage, which is usually denoted as VP or VGS cutoff. ഈ VGS cutoff തന്നെയാണ് VGS off കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആ സമയത്തുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് VGS off എന്ന് പറയുന്നത്. The drain current suddenly rise in an unbounded manner at very high level of VDS. The vertical rise in current in an indication that breakdown has occurred and the current through the channel is now limited solely by external circuit. നമ്മൾ ഇത്രയും പറഞ്ഞു, ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഡ്രെയിൻ കറന്റ് സഡൻലി റൈസ് ചെയ്യും അറ്റ് ഹയർ ലെവൽസ് ഓഫ് വി ഡി എസ്. ഇപ്പൊ ഇത്രയും എത്തിയിട്ടും നമ്മൾ വീണ്ടും വി ഡി എസ് ഇൻക്രീസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കറണ്ട് എന്ത് ചെയ്യും? ട്രമെൻഡസ് ആയിട്ട് എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ആക്സിസ് കേട്ടോ, ഐ ഡി. കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? അവിടെ ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ഒരു അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്താ? കറന്റ് ത്രൂ ദ ചാനൽ ഈസ് നൗ ലിമിറ്റഡ് സോളി ബൈ എക്സ്റ്റേണൽ സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിന് മാത്രമേ അതിലൊരു ഇൻഫ്ലുവൻസ് ഉള്ളൂ. ബാക്കി എന്തില്ല? കറണ്ടിന് വി ഡി എസിന് മുകളിലൊന്നും എഫക്റ്റ് ഇല്ല. പിന്നെയും വി ഡി എസ് കൂട്ടുന്ന സമയത്ത് കറണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടി പോകും. കാരണം അവിടെ ബ്രേക്ക് ഡൗൺ നടന്നു എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ദ ലെവൽ ഓഫ് VDS is kept less than the breakdown voltage. അപ്പൊ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ജെഫറ്റ് ഒന്നിനും പറ്റില്ല. അതിൽ ഒരുപാട് കറണ്ട് ഒഴുകിയത്
ജെഫിറ്റ് ഡാമേജ്ഡ് ആയി. അപ്പൊ നമ്മള് എപ്പോഴും ഈ ഒരു സാച്ചുറേഷൻ റീജിയനിലാണ് എന്ത് ചെയ്യാം, ഈ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലൊക്കെ ജെഫിറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ VGS ഓഫ് ആണ്, VP എന്ന് പറഞ്ഞു. ഇവിടെ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. VP എന്ന് പറയുന്നത് -VGS ഓഫ് ആണ്. അതായത് ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ പൊളാരിറ്റിക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട് VPയും VGSും തമ്മിൽ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, VP എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ VGS ഓഫ് എത്രയായിരുന്നു എന്നുള്ളത്. അത് അപ്പൊ -5 വോൾട്ട് എന്നായിരിക്കും ആൻസർ വരിക കേട്ടോ. അതിന്റെ ആ പൊളാരിറ്റിക്ക് ചേഞ്ച് വരും. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാഫിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ദ കറന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് displayed in figure can be divided into 4 regions. 4 regions ഉണ്ട്. ഒന്ന് ഏതാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓമിക് റീജിയൻ, ആ സമയത്ത് V പ്രൊപ്പോർഷണൽ ടു I ആയിട്ടുള്ള സമയത്ത്. പിന്നെ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ കറന്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്. പിന്നെ പിഞ്ച് ഓഫ് കണ്ടീഷനെയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒരു VGS ഇങ്ങനെ നെഗറ്റീവ് VGS ഉണ്ടല്ലോ, അത് കൂട്ടി വരുന്ന ഒരു പ്രത്യേക VGS ആവുന്ന സമയത്ത് കറണ്ട് എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് VDS ആയിരിക്കും. കറണ്ട് ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് ഇങ്ങനെ തുടരും. ആ ഒരു റീജിയനെയാണ് പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ റീജിയൻ എത്തി ഡിപ്ലീഷൻ റീജിയൻ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടി കറണ്ട് ഏകദേശം ഇനി കൂടാനില്ല എന്നുള്ള രീതിയിൽ വന്ന് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ VDS അപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും, കറണ്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കറണ്ടിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ഇത്രയാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ അത്രയൊന്നുമില്ല. 4 റീജിയൻ ഉണ്ട്: ഓമിക്, സാച്ചുറേഷൻ റീജിയൻ, പിഞ്ച് ഓഫ് റീജിയൻ, ബ്രേക്ക് ഡൗൺ. ഓമിക് റീജിയൻ എന്ന് പറയുമ്പോൾ V പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കും, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ഇതാണ് ആ നീ പോയിന്റ്, അതായത് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് പിഞ്ച് ഓഫ് റീജിയൻ. ഇത് പിഞ്ച് ഓഫ് റീജിയൻ, അതായത് ഒരു പ്രത്യേക VGSന് ഡ്രെയിൻ കറന്റ് ഡിക്രീസസ് ടു 0 നമ്മൾ പറഞ്ഞു. ആ റീജിയനെയാണ് പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഏത് പോയിന്റിന് ശേഷമാണോ കറന്റ് സാച്ചുറേറ്റ് ആയി പോണത് ആ ഒരു വോൾട്ടേജ്, കറസ്പോണ്ടിങ് വോൾട്ടേജിനെ പറയുന്ന പേരാണ് VP. ആ കറസ്പോണ്ടിങ് പിന്നെ VGS 0 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റിനെ പറയുന്നതാണ് IDSS. ഇത് VDSും IDയും തമ്മിലുള്ള ഗ്രാഫാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജെഫിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത്. അത് ലാസ്റ്റ് വരുന്ന റീജിയൻ ആണ് ബ്രേക്ക് ഡൗൺ റീജിയൻ. ഇത്രയേ ഉള്ളൂ VI ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് കാര്യം. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഒരു ടോപ്പിക് നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പൊ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി ക്ലാസ് കാണുന്ന സമയത്ത് ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ക്ലാസ് കേട്ട് നോക്കിയാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി വെച്ചാൽ മതി, പിന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡ്രെയിൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. The transfer characteristics of JFET is a plot of output current എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ കറന്റ് ആണ് കേട്ടോ, വേഴ്സസ് ഇൻപുട്ട് കൺട്രോളിംഗ് ക്വാണ്ടിറ്റി, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ആൻഡ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ JFET ആംപ്ലിഫയേഴ്സ്. ഇവിടെ നമ്മൾ ID വേഴ്സസ് VGS ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ, ഇത് DC എന്നല്ല കേട്ടോ, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ നമ്മൾ ID വേഴ്സസ് എന്തായിരുന്നു കണ്ടത്, VDS ആയിരുന്നു ഫോർ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് VGS. ഇവിടെ ID വേഴ്സസ് VGS ആണ് കാണുന്നത് ഫോർ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് VDS. ഇവിടെ VDS കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇതിന്റെ വേരിയേഷൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ VGS കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇവരുടെ വേരിയേഷൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. ഇൻ കോൺട്രാസ്റ്റ് ടു ലീനിയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് BJT, നമ്മൾ IC ഈക്വൽ ടു ബീറ്റ IB ആൽഫ ബീറ്റ ഗാമ എന്നുള്ള റിലേഷൻസ് വെച്ചിട്ട് IC എന്താ, IB എന്താ, IE എന്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അത് പക്ഷെ നമ്മുടെ സിലബസിൽ ഇല്ല BJT കേട്ടോ. The input output relationship of JFET is not linear. നമ്മള് BJTൻ്റെത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ ഇവിടെ JFETന്റെ എന്താണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല കാണിക്കുന്നത്. ബിറ്റ്വീൻ ID and VGS is defined by Shockley equation. ഷോക്ലി ഇക്വേഷൻ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാട്ടോ. ID = IDSS × 1 - VGS / VP ഹോൾ സ്ക്വയർ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ IDSS എന്ന് കൊടുക്കാം, എന്നിട്ട് ഇവിടെ ID എന്ന് കൊടുക്കാം, പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ 1+ കൊടുക്കാം, അല്ലെങ്കിൽ 1- എന്നുള്ളത് ഇവിടെ 1/2 എന്ന് കൊടുക്കാം. അങ്ങനെ ഷോക്ലി ഇക്വേഷൻ എന്താന്ന് ചോദിച്ചിട്ടും ഏതോ നെറ്റോ ഗേറ്റോ ഏതോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എക്സാമിന് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. മൈനസ് ആണോ, പ്ലസ് ആണോ, സ്ക്വയർ ആണോ, റൂട്ട് ആണോ എന്നൊക്കെ. ഓക്കെ. The square term on the right hand side of the equation suggests that the relationship of ID versus VGS is non-linear. നമ്മള് V proportional to I എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇത് ഒരു ലീനിയർ റിലേഷൻ ആണ്. V കൂടുമ്പോൾ Iയും കൂടുന്നു, അപ്പൊ അതൊരു ലീനിയർ റിലേഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ടേം ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കില്ല, ഒരു ലീനിയർ റിലേഷൻ ആയിരിക്കില്ല IDയും VGSസും തമ്മിൽ. The transfer characteristics defined by Shockley equation are unaffected by the network in which the device is employed. The transfer curve can be obtained using Shockley equation or from the output characteristics. ഇപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ കറന്റും ഗേറ്റ് സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് ലീനിയർ അല്ല, അത് നോൺ ലീനിയർ റിലേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. അത് ഫോളോ ചെയ്യുന്നത് ഷോക്ലി ഇക്വേഷൻ ആണ്. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് അതിന്റെ കർവ് എങ്ങനെയാവും നോക്കാം. നമ്മൾ മറ്റേതിന്റെ കർവ് കണ്ടു, അതുപോലെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കർവ് എന്തായിരിക്കും നോക്കാം. This is a variation curve of drain current corresponding to gate source voltage VGS, while the drain source voltage VDS is kept constant. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. 2 points IDSS and VP are the most important points in this transfer characteristics curve. IDSS എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും പറയാണ്, VGS 0 വോൾട്ട് ആവുന്ന സമയത്തുള്ള കറസ്പോണ്ടിങ് ഡ്രെയിൻ കറന്റിനെയാണ് നമ്മൾ IDSS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. VP എന്ന് പറഞ്ഞാൽ പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം കറന്റ് എന്ത് ചെയ്യും, സാച്ചുറേറ്റ് ചെയ്യും. When these 2 points are fixed in the coordinate axis, the remaining points can be looked up from this transfer characteristics curve or can be solved from the formula ഷോക്ലി ഇക്വേഷൻ തന്നെ അല്ലെ. ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം, IDSSും VPയും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ VGSും IDയും തമ്മിലുള്ള റിലേഷൻ കാണാം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഫ്രം ദിസ് ഫോർമുല വി ക്യാൻ കാൽക്കുലേറ്റ് VGS = 0. ഇനിയിപ്പോ ഇതിൽ VGS 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ID എന്ത് വരും, IDSS × 1 - VGS 0 ആണ്, അപ്പൊ അത് 0 വരും. ഹലോ, IDSS ID എന്ന് പറയുന്നത് IDSS വരും. യെസ്, വെരി ഗുഡ്. ID എന്ന് പറയുന്നത് IDSS ആ വരിക അല്ലെ. ഇനി ID 0 ആണെന്നുണ്ടെങ്കിലോ, അപ്പൊ എന്ത് വരും, അപ്പൊ 1 = VGS / VP എന്ന് വരും. അതായത് VGS = VP എന്ന് വരും. ഇതും ക്ലിയർ ആയോ? Yes, miss. Okay. The design of JFET is typically designed in this middle between VP and IDSS of the transfer curve. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഇതിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ പറയുന്നത് IDSSും VPയും കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IDയും VGSും തമ്മിലുള്ള റിലേഷൻ കിട്ടും എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട. നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിൽ ആ ബ്രേക്ക് ഡൗൺ റീജിയൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. VGS 0, VGS -1 വോൾട്ട്, -2, -3, -4 വോൾട്ട്. ഇവിടെ VDS കൊടുത്തിട്ടുണ്ട്, ഇവിടെ ID കൊടുത്തിട്ടുണ്ട്. VGS 0 ആവുന്ന കറസ്പോണ്ടിങ് IDയെ നമ്മൾ IDSSുമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 12 ആണ് കേട്ടോ, 12 mA ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ID വേഴ്സസ് VDS ഗ്രാഫ് ആണ് ഉള്ളത്. അതായത് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താവുന്നതേ ഉള്ളൂ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാല്
ഇതിലൊരു വെർട്ടിക്കൽ ലൈന് വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ ആവണം കേട്ടോ, ഇതുപോലെ ആവരുതേ. ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അപ്പൊ VDS 10 വോൾട്ടിന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പൊ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കുക. ഇത് VGS 0 ആവുന്ന കറസ്പോണ്ടിങ് ID നോക്കുക. അപ്പൊ ID എത്ര കിട്ടി? 12 മില്ലി ആംപിയർ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതല്ല, ഒരു VDS കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന സമയത്ത് VGS-ഉം ID തമ്മിലുള്ള റിലേഷൻ കാണാനാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പൊ VDS 10 എന്ന് പറഞ്ഞു, 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പൊ VGS 0 ആവുന്ന സമയത്ത് ID 12 മില്ലി ആംപിയർ. VGS -1 വോൾട്ട് ആവുന്ന സമയത്ത് 7.6 ആണ് കറണ്ട്. ഇത് കറണ്ട് ആട്ടോ. പിന്നെ VGS -2 വോൾട്ട് ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് കറണ്ട് 4.32. പിന്നെ VGS -3 വോൾട്ട് ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് കറണ്ട് 1.92, ID 1.92. അതുപോലെ തന്നെ -4 വോൾട്ട് ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് കറണ്ട് ID 0.48 കേട്ടോ, 0.48. ഇപ്പൊ നിങ്ങൾക്ക് നോക്കൂ, ഒരു ഫിക്സ്ഡ് വാല്യൂ ഓഫ് VDS-ന് നമുക്ക് എന്ത് കിട്ടി? ഒരു സെറ്റ് ഓഫ് VGS ആൻഡ് കറസ്പോണ്ടിങ് ID കിട്ടി അല്ലെ? ഇത് വെച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്തൂടെ? അപ്പൊ നമ്മൾ ID ഇവിടെ കൊടുത്തു, അതില് 12, 7.6, പിന്നെ then 4.32, then 1.92, 0.48 ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തു. കറസ്പോണ്ടിങ് VGS 0 വോൾട്ട്, -1, -2, -3 ആൻഡ് -4 ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു കർവ് കിട്ടി. ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്. ഇതാണ് അതിന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ കർവ് നോക്കൂ, അത് ലീനിയർ റിലേഷൻ ആണോ? ഇങ്ങനെ വരുന്ന ലീനിയർ റിലേഷൻ ആണോ? അല്ലല്ലോ, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു കർവ് ആണ് അല്ലെ? സ്ക്വയറിന്റെ കർവ്, അതായത് നമ്മൾ സ്ക്വയർ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു സ്ക്വയർ ടേം ഉണ്ട് എന്ന് പറഞ്ഞു, അതിന്റെ കർവ് പോലെ തന്നെ അല്ലേ? നമ്മൾ സ്ക്വയറിന്റെ കർവ് ഇങ്ങനെ തന്നെയല്ലേ വരയ്ക്കാറ്? y = x² എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് അല്ലേ വരുന്നത്? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഗ്രാഫും വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഫസ്റ്റ് മുതൽക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ജെഫിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോട്ട് റിവൈസ് ചെയ്താൽ മതി. ശേഷം നമ്മൾ ജെഫിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരച്ച് വെച്ചോളൂ. ആരെങ്കിലും നോട്ട് ചെയ്യാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ ചാനൽ ഫെറ്റ് കൺസിഡർ ചെയ്തിട്ട് വരയ്ക്കാനല്ലേ പറഞ്ഞത്? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട് കേട്ടോ. ഇവിടെ പി റീജിയൻ, ഇത് എൻ ചാനല്, ഇത് ഡ്രെയിന്, ഇത് സോഴ്സ്, ഇത് ഡ്രെയിന്, ഇത് ഗേറ്റ്. ഈ പി റീജിയൻ നമ്മൾ എന്ത് ചെയ്തു? ഈ പി റീജിയനുമായിട്ട് ഇലക്ട്രിക്കലി കണക്ട് ചെയ്തു. ദെൻ ഗേറ്റ് നെഗറ്റീവ് ടെർമിനലിലേക്ക്, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ആലോചിക്കുക, ഇവിടെ പി ആണ്, അതുകൊണ്ട് അത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ എർത്ത് ചെയ്തു. ഡ്രെയിനിന്റെ അവിടെ നിന്ന് വരുന്ന ടെർമിനൽ, ഡ്രെയിന് പോസിറ്റീവ് ആണ്, സോഴ്സ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. ഇതാണ് അതിന്റെ ഫിഗർ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇത് എൻ ചാനൽ ആയിരിക്കുന്ന സമയത്ത്. ഇനി പി ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ചേഞ്ചാ വരിക? പി ചാനൽ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് പി ആയിരിക്കും, ഈ രണ്ട് സ്ഥലത്ത് എൻ വരും. ഇവിടെ എന്താവും? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ക്ലിയർ ആയോ? ഈ ഒരു ഫിഗർ ജസ്റ്റ് എൻ ചാനലിന്റെ നോക്കി വെച്ചാൽ മതി. നമ്മളിവിടെ എൻ ചാനലിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഇന്ന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വരുന്നത് നമ്മൾ VDS-ഉം ID-യും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഡ്രെയിൻ കറന്റും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ആ സമയത്ത് VGS കോൺസ്റ്റന്റ് ആക്കി വെക്കും.
ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ കറണ്ട് തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ആ സമയത്ത് VDS കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഗ്രാഫിന്റെ ആ ഒരു കർവ് എങ്ങനെയാ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് VGS 0 എന്ന് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, VDS ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക ഒരു വോൾട്ടേജ് വരെ നമ്മൾ എന്ത് കണ്ടു, ആ VDS IDക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. ആ സമയത്ത് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടു. ഒരു പ്രത്യേക വോൾട്ടേജ് വരെ, ആ ഒരു വോൾട്ടേജ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം നമ്മൾ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് നേരത്തെ പോലെ കൂടുന്നില്ല, ഒരു സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെയാണ് ആ കർവ് പോകുന്നത്. അപ്പോ അതിന് ശേഷമുള്ള VDS പിന്നെയും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ആ സമയത്ത് റെസിസ്റ്റൻസ് കൂടാൻ തുടങ്ങും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ, പിന്നെ ബ്രേക്ക് ഡൗൺ ആണ് വരുന്നത്. അല്ലെങ്കിൽ അവലാഞ്ചും ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയും. ആ ഒരു റീജിയനാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. അത് ഫോർ VGS ഈക്വൽ ടു 0 വോൾട്ട്. ആ 0 വോൾട്ട് വരുന്ന സമയത്തുള്ള കറസ്പോണ്ടിങ് കറണ്ട് ആണ് IDSS. പിന്നെ അതിനുശേഷം നമ്മൾ VGS, അടുത്തൊരു സെറ്റ് VGS എടുത്തു, കറസ്പോണ്ടിങ് ഗ്രാഫ് നോക്കി. അങ്ങനെ നെഗറ്റീവ് ബയാസിങ് കൂട്ടി കൂട്ടി നമ്മൾ ഗ്രാഫ് നോക്കിയ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു ലോവർ വാല്യൂസ് ഓഫ് VDS അല്ലെങ്കിൽ ലോവർ വാല്യൂസ് ഓഫ് IDS തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റി. ദെൻ നമ്മൾ N ചാനലിന്റെയും P ചാനലിന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ റീജിയൻ 4 റീജിയൻ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാ 4 റീജിയൻ? ഓമിക് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, പിഞ്ച് ഓഫ് റീജിയൻ, ബ്രേക്ക് ഡൗൺ റീജിയൻ. പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VGS ഇങ്ങനെ നെഗറ്റീവ് ബയാസിങ് കൂട്ടി കൂട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുന്ന സമയത്ത് നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും, ഡ്രെയിൻ കറണ്ട് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, 0ക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരും. ആ സമയത്ത് കറണ്ട് VDS-നനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ആ ഒരു റീജിയൻ നമ്മൾ പിഞ്ച് ഓഫ് റീജിയൻ എന്നും കൂടെ പറഞ്ഞു. അതിനുശേഷം ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഷോക്ലി ഇക്വേഷനെ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഷോക്ലി ഇക്വേഷൻ വെച്ചിട്ട് പറയുന്ന സമയത്ത് ഷോക്ലി ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം എന്താ, ഇതിൽ IDയും VGSും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ നമുക്ക് ഷോക്ലി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ സ്ക്വയർ ടേം വരുന്നതുകൊണ്ട് അതൊരു നോൺ ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നേച്ചറിലായിരിക്കും ആ കർവ് വരിക. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ശരിക്കും നമ്മൾ IDSSും VPയും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ID വേഴ്സസ് VGS കർവ് എടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടോ, VGS ഓഫ് എന്ന് കൊടുത്തിട്ടുള്ള ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ, കണ്ടോ VGS ഓഫ് കൊടുത്ത് കണ്ടോ. അപ്പൊ പിഞ്ച് ഓഫ് റീജിയനിൽ പറയുന്നതാണ്, നമ്മൾ പറഞ്ഞില്ലേ ഡ്രെയിൻ കറന്റ് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറുന്നു, ഒരു പ്രത്യേക VGSന് വേണ്ടിയിട്ട്. അപ്പൊ ആ VGS ഓഫ് എന്ന് പറയുന്നത് ആ ഒരു കറസ്പോണ്ടിങ് VGSന്റെ വോൾട്ടേജ് ആണ്. അതായത് VP തന്നെ, VP ഈക്വൽ ടു മൈനസ് VGS ഓഫ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A JFET has a drain current of 5 milliampere. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഒന്ന് വായിക്കാം. ദെൻ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ A JFET has a drain current of 5 milliampere. If IDSS equal to 10 milliampere and VGS off equal to minus 6 volt, find the values of VGS and VP. VGS കണ്ടുപിടിക്കണം, VP കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡ്രെയിൻ കറണ്ട് എത്രയാ തന്നിട്ടുള്ളത്, 5 milliampere തന്നിട്ടുണ്ട്. IDSS എത്ര തന്നിട്ടുള്ളത്, 10 milliampere തന്നിട്ടുണ്ട്. VGS ഓഫും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് VGS കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ID equal to IDSS into 1 minus VGS by VGS off equal to whole square എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാക്കാതെ, എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കുക, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. അതില് VGS ഓഫ് മൈനസ് 6 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ VP എന്തായിരിക്കും, പ്ലസ് 6 വോൾട്ട് ആയിരിക്കും. ഇനി VGS കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇത് 5 milliampere ആണ് തന്നിട്ടുണ്ട്, ഇത് 10 ആണ് തന്നിട്ടുണ്ട്. VGS കണ്ടുപിടിക്കണം. VGS ഓഫ് എത്രയാ, മൈനസ് 6 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ മൈനസ് മൈനസ് എന്തായിട്ട് മാറും, ഇവിടെ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ 5 ഈക്വൽ ടു 10 into 1 പ്ലസ് VGS by 6 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ മില്ലി ആംബിയറിലാണ് തന്നിട്ടുള്ളത്. VGS ഓഫ് മൈനസ് 6 തന്നെ ആയിട്ടല്ലേ എടുക്കണത്. അപ്പൊ VPയും VGS ഓഫ് ഒന്ന് തന്നെയല്ലേ. ഇവിടെ VP എന്ന് പറയുന്നത് നമ്മുടെ ഫെറ്റിനനുസരിച്ച് മാറും. അത് N ചാനൽ ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവും P ചാനൽ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ആയിട്ടാ വരിക. കാരണം നമ്മള് പറഞ്ഞില്ലേ VGS ഇങ്ങനെ കൂട്ടി 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 വരിക എന്ന് പറയുമ്പോൾ
എൻ ചാനലിന്റെ കേസിൽ നമ്മൾ -1 -2 -3 എന്ന് പറഞ്ഞിട്ടാ പോവാ. പി ചാനലിലാകുമ്പോൾ +1 +2 എന്ന് പറഞ്ഞിട്ടാ പോവാ. അപ്പോ ആ. എൻ ചാനലിന്റെ കേസാണ് എടുക്കുക. അപ്പൊ ഇവിടെ ഏത് ചാനലാന്ന് പറഞ്ഞിട്ടില്ല, ഓ ഓ JFET എന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ID = IDS into IDSS × 1 - VGS by VP whole² ആണ്. ആ ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് VPക്ക് പകരം നമ്മൾ എന്ത് എടുക്കുകയാണ്? VGS ഓഫ് എടുക്കുകയാണ്. ആ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? -6 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പ്ലസ് ആവും. പ്ലസ് ആവും. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ VGS കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കണ്ടല്ലേ, എൻ ചാനലിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നെഗറ്റീവും പോസിറ്റീവിന്റെ നോക്കിയാൽ മതി. VP നെഗറ്റീവും പോസിറ്റീവും നോക്കിയാൽ മതി. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എൻ ചാനലിലാണ് VP നെഗറ്റീവ്, പി ചാനലിന് VP പോസിറ്റീവ് ആയിട്ടാ വരിക. അല്ല, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നത് ഇപ്പൊ ഈ ക്വസ്റ്റ്യനില് VGS ഓഫ് -6 തന്നപ്പോഴേ നമുക്ക് VGS/VP അല്ലേ വേണ്ടത്? അത് അല്ലെ. ഓക്കെ. ഇക്വേഷൻസിന് പല രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യട്ടെ. ഇതല്ലാതെ വേറെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, GM = GMO × 1 - അങ്ങനെ ഒരു ഇക്വേഷനും VGS/VP എന്നൊക്കെ പറഞ്ഞു. IDSS. പിന്നെ GMO എന്ന് പറയുന്നത് -2 IDSS/VP എന്ന് പറഞ്ഞിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് VGS ഓഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ VGS ഓഫ് തന്നെയാണ് VP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് കേട്ടോ. ഓക്കെ. ഇതിന്റെ മെഷർമെന്റ് ഇപ്പൊ VGS ഓഫ് 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ VPയും 5 വോൾട്ട് തന്നെയാണ് വരിക. പക്ഷെ എൻ ചാനൽ ആവുന്ന സമയത്ത് അത് നെഗറ്റീവ് ആയിരിക്കും. വോൾട്ടേജ് നമ്മൾ ഈ VGS തന്നെയാണല്ലോ VP ആയിട്ടും വരുന്നത്. ഇപ്പൊ VGS എൻ ചാനൽ ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിങ് ആവുമ്പോൾ നെഗറ്റീവ് വോൾട്ടുകളായിട്ടാണ് ഇത് കാണിക്കുക. -1 വോൾട്ട് -2 വോൾട്ട്. അതുകൊണ്ടാണ് കറസ്പോണ്ടിങ് VPയും നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ VGS ഓഫ് ഇതിന്ന് VGS കണ്ടുപിടിച്ചു. ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോ VGS നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാ പ്രോബ്ലം ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്, സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സേ ഉള്ളൂ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ മാറ്റി അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ 1 + VGS/6 0.707 എന്ന് കിട്ടി. അതിന് VGS എന്ന് പറയുന്നത് -1.76 എന്ന് കിട്ടി. ഇനി നമുക്ക് VP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് -VGS ഓഫ് ആണ്. അതായത് 6 വോൾട്ട് ആണ്. ഇത്രയാണ് അതിൽ പറയുന്നത്. അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് എൻ ചാനലിൽ നിന്ന് അങ്ങനെയാണോ മനസ്സിലാക്കി? ഇത് ശരിക്കും പി ചാനലാ വരുന്നത്. പി ചാനലാ? അല്ല, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് VP എന്ന് പറയുന്നത് ഇപ്പൊ 6 വോൾട്ട് എന്ന് പറഞ്ഞില്ലേ, കാരണം നമ്മളെ VGS ഓഫിന്റെ നെഗറ്റീവ് എടുത്ത്. അപ്പൊ ഇതിൽ തന്നിട്ടില്ലല്ലോ എൻ ചാനലാണോ പി ചാനലാണോ എന്ന്. അത് നമ്മളെ VGS വാല്യൂ വെച്ചിട്ടാണോ മനസ്സിലാക്കിയ? നെഗറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ട് എൻ ചാനലാണെന്ന്, അങ്ങനെയാണോ? ഇവിടെ നമുക്ക് JFET പി ചാനലാണോ എൻ ചാനലാണോ എന്ന് കണ്ടുപിടിക്കാനില്ല. പക്ഷെ പൊതുവെ പറയാറ് VP പോസിറ്റീവ് ആവണത് പി ചാനലിനും VP നെഗറ്റീവ് വരിക എൻ ചാനലിനും ആണെന്നാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് എഴുതിയാ മതി അല്ലേ? VGS ഓഫ് തന്നിട്ട് VP കാണാൻ പറയാച്ച ഇതിന്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുക. ഇനി VP തന്നിട്ട് ഒരു 4 വോൾട്ട് തന്നു, എന്നിട്ട് നമുക്ക് VGS ഓഫ് കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 4 വോൾട്ട് തന്ന -4 വരും. ക്ലിയർ ആയി. പിന്നെ ആ VGS എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത് എന്ന് ക്ലിയർ ആയോ? ഇപ്പോ എൻ ചാനലില് നമ്മൾ എൻ ചാനൽ പറയുന്ന സമയത്ത് അത് റിവേഴ്സ് ബയാസ്ഡ് ആണെന്ന് പറയില്ലേ? ആ സമയത്ത് നമ്മൾ ഇത് VGS കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ വാല്യൂസ് വരുന്നത്? -1 വോൾട്ട് -2 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ വരിക. അതുകൊണ്ടാണ് റിവേഴ്സ് ബയാസ്ഡ് ആവുന്ന സമയത്ത് ആ നെഗറ്റീവ് വാല്യൂ വരുന്നത് കേട്ടോ.
ഇപ്പൊ ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കി വെക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾ നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.